ഫ്രഞ്ച് കമ്പനിയായ റെനോയുടെ ഡസ്റ്റർ ജപ്പാനീസ് കമ്പനിയായ നിസാന്റെ കയ്യിലെത്തിയപ്പോൾ അതൊരു ടെറാനയായിട്ട് മാറി. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വദാരി മോട്ടോഴ്സ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് കോമ്പാക്ട് എക്സിവിൽ പെടുന്ന നിസാൻ ടെറാനയുമായിട്ടാണ്. റെനോ എന്ന കമ്പനിയാണ് ഇന്ത്യയിൽ ആദ്യമായി കോമ്പാക്ട് എക്സിവിക്ക് തുടക്കമിട്ടത്. ഡസ്റ്റർ എന്ന വാഹനമാണ് ഇന്ത്യയിൽ ആദ്യമായി കോമ്പാക്ട് എക്സിവിൽ അവതരിപ്പിച്ച വാഹനം. നിസാനും റെനോയും തമ്മിലുള്ള സഖ്യത്തിലാണ് നിസാൻ ടെറാനോ എന്ന വാഹനം ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. 2015 മോഡൽ, വെറും 55,000 കിലോമീറ്റർ മാത്രം ഓടിയ, യാതൊരു മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസോട് കൂടെ രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത്. നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് വണ്ടി ഉള്ളത്. നിസാന്റെ എല്ലാ വണ്ടികളെയും ഫ്രണ്ട് ഭാഗം അലങ്കാരമാക്കുന്നത് ഈ ക്രോമേറ്റ് ധാരാളത്വത്തിലുള്ള ഈ ഗ്രില്ലാണ്. വണ്ടിയുടെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ യാതൊരു സ്ക്രാച്ചോ ടച്ചപ്പോ ഒന്നും ചെയ്യാനില്ല, സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നല്ലൊരു ഫുഡ് റെസ്റ്റ് വരുന്നുണ്ട്, 4 കിടൻ അലോയ് വരുന്നുണ്ട്. ഇനി റിയർ ഭാഗത്തേക്ക് വരുമ്പോൾ റിവേഴ്സ് സെൻസർ, റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, പിന്നെ ബാക്ക് വൈപ്പർ വരുന്നുണ്ട്, ഡിക്ക് സ്പോയിലർ വരുന്നുണ്ട്. റിയർ ടൈലാമ്പാണ് നല്ല ക്രോം ടൈപ്പിൽ തന്നെ ആവരണം ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് ബാക്ക് സൈഡും ഉള്ളത്. ഡിക്കി സ്പേസിലേക്ക് നോക്കുമ്പോൾ നല്ല വിസ്താരമുള്ളതാണ് ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു ചെറിയൊരു ലാമ്പ് വരുന്നുണ്ട്. ഈ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ യാതൊരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല, ടച്ചപ്പ് ഒന്നും ചെയ്യാനില്ല. ഇവിടെ ഒരു ഫുഡ് റെസ്റ്റ് വരുന്നുണ്ട്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് എക്സ്റ്റീരിയർ ഭാഗവും ഉള്ളത്. കോമ്പാക്ട് എക്സ്യുവി ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതിന്റെ സീറ്റിംഗ് പൊസിഷൻ ആണ്. പിന്നെ അങ്ങേയറ്റം സ്പേഷ്യസ് ആണ് ടെറാനയുടെ ഉൾഭാഗം. വിശാലമായ ഗ്ലാസ് ഏരിയകളുണ്ട്. ക്വാർട്ടർ ഗ്ലാസ് ആണെങ്കിലും അത്യാവശ്യം വലിയ ക്വാർട്ടർ ഗ്ലാസ് ആണ് വരുന്നത്. വിശാലമായ ലെഗ് സ്പേസ് വരുന്നുണ്ട്. 2 വേരിയന്റിലാണ് ടെറാന ഉള്ളത്. 85 PSP പവറിലുള്ളതും 110 PSP പവറിലുള്ളതും. 85 PSP പവറിലുള്ളത് 5 ഗിയർ ബോക്സിലാണ്, മാനുവൽ ആണ് വരുന്നത്. ഇനി 110 PSP പവറിലുള്ളത് 6 ഗിയറിൽ മാനുവലും വരുന്നുണ്ട്, ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് 85 PSP പവറിലുള്ളതാണ്. അത്യാവശ്യം നല്ല മൈലേജ് ഉള്ളതാണ്. ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. വണ്ടിയുടെ ഡാഷ്ബോർഡിലേക്ക് നോക്കുമ്പോൾ ഡുവൽ കളറിലാണ് ഡാഷ്ബോർഡ് വരുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഡാഷ്ബോർഡ് കാണുന്നത്. ഇവിടെ ഒരു സ്റ്റീരിയോ വരുന്നുണ്ട്. പിന്നെ എസിയുടെ കൺട്രോളിങ് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. 4 ഡോറും ലോക്ക് ആക്കുന്ന സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. പിന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ വരുന്നുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഇവിടെ ഒരു സ്പേസ് വരുന്നുണ്ട്, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. 2 എയർ ബാഗ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ഡോർ ഭാഗത്തുള്ള സൈഡ്, ഡ്രൈവിംഗ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ 4 പവർ വിൻഡോന്റെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ബാക്ക് സെൻസറിന്റെ ചെറിയൊരു ഡിസ്റ്റൻസ് കാണിക്കുന്ന ചെറിയൊരു സ്ക്രീനും വരുന്നുണ്ട്. ഈ ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് ടോപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. 55,000 കിലോമീറ്റർ ഓടിയതിന്റെ ഒരു ക്വാളിറ്റി നമ്മുടെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ട്. സീറ്റ് കവറിലേക്ക് നോക്കുമ്പോഴൊക്കെ അതിന്റെ ഒരു ക്വാളിറ്റി ഇതിൽ കാണുന്നുണ്ട്. ഇനി എഞ്ചിൻ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഹൈഡ്രോളിക് ഷോക്കർ വരുന്നുണ്ട്. ബോണറ്റ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഹൈഡ്രോളിക് ഷോക്കറാണ് വണ്ടിക്ക് വരുന്നത്. 1.5 ഡീസൽ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. യാതൊരു ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, മെക്കാനിക് ഒന്നും ചെയ്യാനൊന്നുമില്ല. നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് വണ്ടിയുടെ മെക്കാനിക് ഭാഗവും ഉള്ളത്. ഡ്രൈവിംഗ് ചെയ്യാൻ നല്ലൊരു കംഫർട്ടാണ് ടെറാന ഉള്ളത്. ലോങ് ഡ്രൈവിനാണെങ്കിലും ഒരു ഫാമിലി യൂസേജിനാണെങ്കിലും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ടെറാനോ. വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 5,70,75,000 രൂപയാണ്. ചെറുതായിട്ട് നെഗോഷ്യബിൾ ആയി ചെയ്ത് കൊടുക്കാവുന്നതാണ്. താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് വിളിച്ചോളൂ. നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വെള്ളുവങ്ങാട് എന്ന സ്ഥലത്താണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അടുത്ത നല്ലൊരു വണ്ടിയുടെ വിശേഷങ്ങൾ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.